എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കുറച്ചൊരു ചർച്ചയെക്കുറിച്ചൊന്ന് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ചർച്ച എന്ന് പറയുന്നത്, പെന്തക്കോസ്തുകാർ ആഭരണം ഊരുന്നു എന്നാൽ ബ്യൂട്ടി പാർലറിൽ പോകുന്നു. ഇതാണ് തലക്കെട്ട്. ഇന്ന് പലരും അതിനെക്കുറിച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പലരും സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമൊക്കെ കേൾക്കുവാനായിട്ടിടയായി. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു, എനിക്കും ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വാസ ജീവിതത്തിൽ വരുന്നതിന് മുൻപേ ആഭരണം ഇടുമായിരുന്നു. വിശ്വാസ ജീവിതത്തിന് ശേഷം ഞാൻ ആഭരണം ഇടാറില്ല. എന്നാൽ വിശ്വാസ ജീവിതത്തിന് മുൻപും വിശ്വാസ ജീവിതത്തിന് ശേഷവും ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകാറില്ല, പോയിട്ടുമില്ല. എനിക്ക് പോകുവാൻ താല്പര്യമില്ല. അതിൻ്റെ കാരണം, എനിക്ക് എന്നിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊരു എക്സ്ട്രാ ഫിറ്റിങ്സ് വെക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ പോകാറില്ല. എന്നാൽ ഇതൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്ന വിഷയം. നമ്മൾ ആരാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണല്ലേ. യേശു ക്രിസ്തു ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി കാൽവരി ക്രൂശിൽ ബലിയായി തീർന്ന ദൈവമാണ്. അപ്പോൾ ഈ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം എന്നുള്ളത് ദൈവം തീരുമാനിക്കും, അല്ലേ? അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബൈബിൾ പ്രകാരം ജീവിച്ച ദൈവത്തെ ആരാധിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ആഭരണം ഇടണോ ഊരണോ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ്. കാരണം അതിനെക്കുറിച്ച് ബൈബിളിനകത്ത് ആഭരണം ഇടാനും പറഞ്ഞിട്ടില്ല, ഊരാനും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ്. എങ്ങനെ ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ അത് വെച്ചിട്ട് അവർ ദൈവത്തെ ആരാധിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നീ ആഭരണം ഊരണമെന്ന് ഒരാളോട് ചട്ടം കെട്ടുവാൻ ആർക്കും വലിയ അധികാരമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യത്തിൽ നമ്മൾ തെറ്റ് സംഭവിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെയാണ് അവരുടെ ജീവിതത്തിലും. ഇപ്പോൾ ആഭരണവും ഇടുന്നു, ബ്യൂട്ടി പാർലറിൽ പോകുന്നു, അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു പക്ഷേ മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ കുറവുകളെ ക്ഷമിക്കാനും ഒക്കെ ഒരു വലിയ കൃപയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഒരു മനുഷ്യത്വം ഉള്ളവരായിരിക്കും. ഇനി ഇതൊന്നുമില്ലാതെ ആഭരണവും ഊരി ബ്യൂട്ടി പാർലറിലും പോകാതെ ഭയങ്കര അതിവിശുദ്ധരാന്ന് പറഞ്ഞിരുന്നിട്ട് മറ്റുള്ളവരോടൊരു സഹാനുഭൂതിയുമില്ല, മറ്റുള്ളവരെ ഒരു 5 പൈസ കൊടുത്ത് സഹായിക്കുകയും ഇല്ലാത്തവരെയും കൊണ്ട് പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്ന കൃപയ്ക്കനുസരിച്ചും ജീവിക്കുന്നതായിരിക്കും ഓരോരുത്തർക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ബ്യൂട്ടി പാർലറിൽ ഞാൻ പോകാത്തതിൻ്റെ കാരണം, എനിക്കതിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. മറ്റുള്ളവരുടെ അഭിപ്രായമല്ല, എൻ്റെ അഭിപ്രായം. എന്നിൽ ഞാൻ സംതൃപ്തയാണ്. അതുകൊണ്ട് എനിക്ക് പോകണമെന്ന് തോന്നിയിട്ടില്ല. ഇനി അങ്ങനെ അവനവനിൽ സംതൃപ്തരല്ലാത്തവർ പോകട്ടെ. അതിനാർക്കും ആരെയും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ എങ്ങനെ ആരാധിക്കണം എന്നുള്ളത് നമ്മളുടെ ചോയ്സാണ്, അല്ലേ? നമ്മൾ പള്ളിയിൽ പോയി ആരാധിക്കണോ, വീട്ടിലിരുന്ന് ആരാധിക്കണോ, കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരിക്കണോ, TV-യുടെ മുൻപിലിരിക്കണോ, ഇതൊക്കെ നമ്മളുടെ പേഴ്സണൽ ചോയ്സാണ്. കാരണം രക്ഷ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. അത് ദൈവമാണ് തീരുമാനിക്കുന്നത്, അല്ലേ? ഓരോരുത്തരോടും എങ്ങനെയാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. കാരണം ഓരോരുത്തരെയും ദൈവമാണ് സൃഷ്ടിച്ചത്. അവർക്ക് എങ്ങനെയൊക്കെ ജീവിക്കണമെന്നുള്ള കൃപ കൊടുത്തതും ദൈവമാണ്. അതുകൊണ്ട് ഓരോരുത്തരുടെയും ചോയ്സിനനുസരിച്ച് അവർ ജീവിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ദേവദാസന്മാരൊക്കെ പ്രസംഗിക്കുന്നതിൽ തെറ്റില്ല. കാരണം പറഞ്ഞു കൊടുത്ത് ഓരോരുത്തർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം, അല്ലേ? അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെയും ചോയ്സാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കാരണം നമ്മൾ ആഭരണവും ഒരു വെള്ളയും ഇട്ട് ബ്യൂട്ടി പാർലറിലും പോകാതെ ഇങ്ങനെ നടന്നിട്ട് നമ്മൾ മറ്റുള്ളവരോട് ഒരു കരുണയും ഒരു സ്നേഹവും ഇല്ലാതെ മറ്റുള്ളവരെ ഒരു 5 പൈസ കൊടുത്ത് സഹായിക്കുകയും ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ളവരെയും കൊണ്ട് വിശ്വാസ സമൂഹത്തിന് വലിയ ഗുണമൊന്നുമില്ല. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെയും കൊണ്ട് വിശ്വാസ ജീവിതത്തിന് വലിയ ഗുണമൊന്നുമില്ല. അതിലും ഭേദം ബ്യൂട്ടി പാർലറിൽ പോകും, ആഭരണവും ഇടും, എന്നിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരമുള്ള വ്യക്തികളാണെങ്കിൽ അവരാണ് ഇവരെ കഴിഞ്ഞ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഇനി എന്തായാലും നമ്മൾ എങ്ങനെ ആരാധിക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. കാരണം ദൈവമാണ് തീരുമാനിക്കുന്നത്. ഒരു മനുഷ്യനെ അവൻ്റെ ആരാധന സ്വീകരിക്കണമോ സ്വീകരിക്കണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്, അല്ലേ? ആരെ സ്വർഗത്തിൽ കൊണ്ടുപോകണ്ട എന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന വലിയ അതിവിശുദ്ധന്മാരൊക്കെ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുമെന്ന് വല്ല ഉറപ്പില്ല. ഇനി നമ്മൾ പോകത്തില്ല എന്ന് പറയുന്നവരെ ദൈവം സ്വർഗത്തിലോട്ട് അവരെ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? കാരണം അത് ദൈവത്തിൻ്റെ ചോയ്സാണ്. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ എങ്ങനെ ജീവിക്കണമെന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത് അതുപോലെ എന്നെ ഒന്ന് കറക്റ്റ് ചെയ്യണമേ എന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ കറക്റ്റ് ചെയ്ത് വഴി നടത്തും. അതാണ് ഒന്നാമത്തെ പോയിന്റ്.
ഇനി രണ്ടാമത്തത് എന്താണ്? ദൈവത്തോട് നമ്മൾ ചോദിക്കുക, കർത്താവേ, ഞാൻ എന്താണ് അങ്ങ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മൾക്ക് വ്യക്തമായൊരു അരുളപ്പാട് തരും. എങ്ങനെ നമ്മൾ ജീവിക്കണം, ഏത് രീതിയിൽ മുൻപോട്ട് പോകണം എന്നുള്ളതൊക്കെ ദൈവം നമ്മൾക്ക് ഗൈഡൻസ് തരുമെന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. കാരണം അല്ലാതെ വേറൊരാളുടെ, ഇപ്പോൾ ഒരു വ്യക്തിയോട് പറയുകയാണ് നീ ആഭരണം ഊര് എന്ന് പറഞ്ഞിട്ട് അവർക്കത് ഊരാൻ താല്പര്യമില്ല. ഒരാളുടെ നിർബന്ധപ്രകാരം ഒരു വ്യക്തി ആഭരണം ഊരുന്നതിനകത്ത് യാതൊരു അതിനകത്ത് യാതൊരു കാര്യവുമില്ല. കാരണം നമ്മളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിനകത്തേ കാര്യമുള്ളൂ. അല്ലാതെ വേറൊരാളുടെ ഉപദേശം കേട്ടിട്ട് നമ്മൾ മാറുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ആഭരണം ഊരണോ ഊരണ്ടയോ, ബ്യൂട്ടി പാർലറിൽ പോകണ്ടയോ, എങ്ങനെ ആരാധിക്കണം, ഇതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ അത് നമ്മൾ വിശുദ്ധ ബൈബിളുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തുക. പിന്നെ എന്താണ്, നമ്മൾ ദൈവത്തോട് ചോദിക്കുക. ഇത്രയൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിനകത്ത് അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.